വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കസിൻസ് കൂട്ടത്തിന്റെ ഏറെക്കുറെ എല്ലാ പൊട്ടുംപൊടിയുമുണ്ട് ടീനയുടെ വീട്ടിൽ. അവരെല്ലാം ഇത്രയെ കാണാൻ വന്നതാണ്. അതിൽ ഭൂരിപക്ഷവും നാട്ടിൽ തന്നെ ഉള്ളതാണ്. അവരെല്ലാം പരസ്പരമൊക്കെ കാണാറുണ്ട്, കൂടാറുണ്ട്, ട്രിപ്പ് പോവാറുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം മിസ് ചെയ്ത മുതലാണ് ഇന്ന് വന്നിറങ്ങുന്നത്. അവരത് ആഘോഷമാക്കാൻ തന്നെയാണ് തീരുമാനം. വമ്പൻ സർപ്രൈസ് കാത്തു വെച്ചിട്ടുണ്ട് അവിടെ. ആൾക്കൂടുതൽ കുറച്ചു പേർക്കറിയാം, പക്ഷേ അറിയേണ്ട ആളും ഇത്രയാണ്. അവളുടെ വരവിനായി കാത്തിരിക്കുന്ന ആൾക്ക് അതോർത്തുകൊണ്ട് ചെറുതല്ലാത്ത വലിയൊരു ടെൻഷനുമുണ്ട്. അതെല്ലാം പറഞ്ഞിട്ട് അവനെ കളിയാക്കി ചിരിക്കുന്നുമുണ്ട്. പറഞ്ഞതിലും 1 മണിക്കൂർ വൈകിയാണ് മിത്ര എത്തിയത്. പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും കൈകൊട്ടിപ്പാടി ഡാൻസ് കളിച്ചും കാത്തിരിക്കുന്നവരെ കണ്ടിട്ട് മിത്രയുടെ കിളി പോയത് പോലെയായി. എന്താ ഇത്, നിങ്ങൾക്കെന്താ വട്ടുപിടിച്ച ഗൈസ്? അവരുടെ ആ പരിഗണനയിൽ ഹൃദയം നിറഞ്ഞു തുളുമ്പിയിട്ടും മിത്ര കള്ള ഗൗരവം കാണിച്ചു. മിണ്ടരുത് നീ, കുറച്ചുകൂടി നീ ലേറ്റായിരുന്നെങ്കിലേ ഈ ബോധമില്ലാത്തവരെല്ലാം കൂടി എന്നെ കൊത്തി പറിച്ചേനെ. ഇതാണോടി മിത്രമേ രാവിലെ? ടീന കൂട്ടത്തിൽ നിന്ന് ഉഴഞ്ഞേറിച്ചെന്ന് അവിടെ നേരെ നോക്കി കണ്ണിരുട്ടി. നേരത്തെ ഇറങ്ങിയ ടീന, പക്ഷെ എന്തൊരു ട്രാഫിക്, ഇതെന്താടാ ഇവിടെ ഇങ്ങനെ? മിത്ര മുഖം ചുളിച്ചു. വെൽക്കം ടു കേരള മിസ് മിത്ര ഡെന്നീസ് മാത്യു. ഇവിടെ ഇങ്ങനെയാണ് മിത്രമേ. കൂട്ടത്തിൽ ഏതോരുത്തം വിളിച്ചു പറയുന്ന കേട്ടോ അവരെല്ലാം ആർത്തിച്ചിരിച്ചു. മമ്മിയുടെ ടീന? മിത്രക്ക് അതറിയാനായിരുന്നു കൂടുതൽ ആവേശം. ഓ, കാത്തിരുന്ന് നമ്മളെയൊന്നും കാണണ്ട. പരിഭവം പോലും സ്നേഹമാണ്, അവൾക്കറിയാമത്. അതുകൊണ്ട് തന്നെ കുഞ്ഞൊരു ചിരിയും ചേർത്ത് നിർത്തിയൊരു കെട്ടിപ്പിടുത്തവും അതെല്ലാം അതിലലിഞ്ഞുപോയി. ഗ്രേസിക്കും മിത്രയെ കണ്ട് കണ്ണു നിറഞ്ഞു. കൺമുമ്പിൽ നിൽക്കുന്ന ആനിയാണെന്ന് തോന്നി. മിത്ര ആനിയെ പോലെയാണെന്ന് ഗ്രേസി അവളെപ്പോഴും പറയാറുണ്ട്. ദേ കരഞ്ഞുകൊളാക്കി ഞങ്ങളുടെ പ്ലാൻ ചാളാക്കല ഗ്രേസി ആൻറ്റി. 2 ദിവസം കൊണ്ടുള്ള പ്ലാനാ, പൊളിച്ച് കൈ തരരുത്. ലീവ് വാങ്ങിക്കാൻ ആ ബോസിന് മുമ്പിൽ ഞാൻ കുറച്ചൊന്നല്ല വായിട്ടലച്ചു. അഭിഷേക് അല്പം സെന്റിയായി പറയുന്ന കേട്ടതും വീണ്ടും ചിരിയലകൾ നിറഞ്ഞു. കൂട്ടത്തിൽ ഒന്നും മിണ്ടാൻ നിൽക്കുന്ന എബിൻ. മിത്ര വന്നോടെ അവന്റെ കണ്ണുകൾ അവളിൽ ഒരാളിൽ മാത്രമായി. തുറന്നു പറയാൻ വിങ്ങുന്ന ഒരു ഇഷ്ടവും പേറിയാണ് അവന്റെ ആ നിൽപ്പെന്നറിയുന്നവരെല്ലാം അവന്റെ നോട്ടം കാണുമ്പോൾ ചുമച്ചും മൂളിയും കളിയാക്കിക്കൊണ്ടിരുന്നു. മിത്രക്ക് അപ്പോഴും ഒന്നും മനസ്സിലായില്ല. തീറ്റയും കുടിയുമെല്ലാം കഴിഞ്ഞപ്പോൾ കൂട്ടത്തിന് കുറച്ചുകൂടി എനർജി കിട്ടി. വൈകുന്നേരം മിത്ര തിരിച്ചു പോകുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് കൂടി പ്ലാനിൽ കയറി കൂടി. 3 or 4 കാറുകളും മിത്രയുടെയും ടീനയുടെയും അടക്കം 3 സ്കൂട്ടികളും ഉണ്ട്. പോവാമെന്ന് പെട്ടെന്ന് തന്നെ തീരുമാനമായതോടെ എല്ലാവരും ധൃതിയിൽ ഒരുങ്ങിയിറങ്ങി. ഇരുട്ട് മുന്നേ മിത്രമോൾക്ക് വീട്ടിൽ പോവേണ്ടതാ, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്കണം, ഗ്രേസി കർശനമായി പറഞ്ഞു. അതെല്ലാം തലയാട്ടി സമ്മതിച്ചുകൊണ്ട് അവരെല്ലാം കിട്ടിയ വണ്ടികളിൽ പോയി കയറിപ്പറ്റി. ഗ്രേസിയെ കെട്ടിപ്പിടിച്ച് യാത്ര പറയാൻ നിന്നുകൊണ്ട് മിത്രയും അവൾക്കായി കാത്തിരുന്നുകൊണ്ട് എബിനും ഏറ്റവും അവസാനമാണ്. ഇനി എന്നാ മമ്മിയുടെ മോള് വരുന്നത്? ഗ്രേസി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ മമ്മി വെറുതെ സെൻഡി ആവില്ലേ, ഇവിടുന്ന് അടുത്ത MS കോളേജ്, അവളിനി ഇവിടെ ഉണ്ട്. എപ്പോൾ വേണേലും ഓടി വന്നിട്ട് കണ്ടിട്ട് പോകാൻ കഴിയും. മമ്മി വെറുതെ സീൻ ഉണ്ടാക്കാതെ അവൾ വിട്ടേക്ക്, ഞങ്ങൾ പോയിട്ട് വരാം, ബൈ. വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ടീന വണ്ടി എടുത്തുകൊണ്ട് ഓടിച്ചു പോയി. ഗ്രേസി അവളോട് മറുപടി തരാൻ കഴിയാത്ത ദേഷ്യത്തോടെ പല്ല് കടിച്ചു. അധികം വൈകാതെ പോവാൻ നോക്കണം കേട്ടോ, നാട്ടിലാ മോളിപ്പോൾ ഉള്ളത്, അത് മറക്കരുത്. ഇതുവരെയും മോള് പഠിച്ച സ്ഥലത്തെ പോലെ അല്ല ഇവിടെ. ഗ്രേസി പറയുമ്പോൾ മിത്ര തലയാട്ടി സമ്മതിച്ചു. ഓരോ വണ്ടികളായി ഗേറ്റ് കടന്ന് പോയി. മിത്ര, നീ എബിനെയും കൂട്ടിയിട്ട് പോയട്ടോ. അവസാനത്തെ കാറും ഗേറ്റ് കടന്നിറങ്ങും മുമ്പ് അതിലുള്ള അഭിഷേക് മിത്രയെ നോക്കി വിളിച്ചു പറഞ്ഞു. അവളത് കൈ ഉയർത്തിക്കൊണ്ട് ഏറ്റെന്ന് സമ്മതിച്ചു. അതോടെ കള്ളത്തിൽ നിറഞ്ഞൊരു ചിരിയോടെ അഭിഷേക് എബിനെ നോക്കി തലയാട്ടി. പടാ. എബിൻ മിത്ര കാണാതെ കണ്ണുരുട്ടിക്കൊണ്ട് അവനെ വിരട്ടി. ഞാൻ ഓടിക്കട്ടെ? മിത്ര അരികിലേക്ക് വരുന്നുണ്ട് എബിൻ ചോദിച്ചു. ഓ ഷുവർ. ചിരിയോടൊന്ന് കണ്ണു ചിമ്മിയിട്ട് അവൾക്ക് അവനെ ഏൽപ്പിച്ചു. ഗ്രേസിയെ നോക്കി കൈവീശിക്കൊണ്ട് അവൾ എബിനെ തോളിൽ പിടിച്ചുകൊണ്ട് സ്കൂട്ടിയിലേക്ക് കയറിയിരുന്നു. അവൾക്ക് അതിലൊന്നും തോന്നിയില്ല. എന്നാൽ വണ്ടി ഓടിക്കുന്നവൻ വിറയൽ കൊണ്ട് റോഡിൽ വീണ് കിടന്നുരുളലെ കർത്താവേ എന്ന് യാത്രയിലൂടെ നീളം പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. അതവൾ അറിഞ്ഞതുമില്ല. ഇരിക്കു വിശ്വ. തനിക്ക് നേരെ നോക്കി അക്ഷമയോടെ നിൽക്കുന്നവൻ. വക്കീലിന്റെ മുഖം ഒട്ടും പ്രസന്നമല്ലെന്ന് മനസ്സിലായതുകൊണ്ട് വിശ്വക്ക് നിൽക്കാനിരിക്കാനും വയ്യാത്തൊരവസ്ഥയിലാണ്. ഇനി എന്ത് ചെയ്യും ഭഗവാനെ? അവന്റെ നെഞ്ചിൽ ആ ചോദ്യം കിടന്ന് അലറി വിളിച്ചു. ഇതുപോലൊരു പ്രതിസന്ധി തന്റെ ഇത്രയും കാലത്തിനിടക്ക് താൻ ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് തോന്നി അവൻ ആ നിമിഷം. എനിക്ക് വലിയ രക്ഷിക്കണം വക്കീലേ, അവരെന്നെ കാത്തിരിപ്പുണ്ട്, തീരുമാനം പറ എന്നവൻ പറയാതെ പറഞ്ഞു. വക്കീലോ നെറ്റി തടവി. അവരൊന്നും പറഞ്ഞിട്ടില്ല വിശ്വ, അവർക്ക് ആളെ കാണണം, നേരിട്ട് സംസാരിക്കണം, എന്നിട്ട് ഡീൽ ഉറപ്പിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞു. അതിനു മുന്നേ കാശിന്റെ കാര്യം ആലോചന പോലും വേണ്ട. വക്കീൽ പറഞ്ഞു കേട്ടതും വിശ്വ തീർത്തും പരാജയപ്പെട്ട പോലെ ചുമരിലേക്ക് ചാരി. മല്ലിയുടെ കാര്യത്തിൽ ദൈവം തന്നെ ശിക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ അറിയാത്തൊരു പെൺകുട്ടിയെ ചതിച്ചിട്ട്
അവളുടെ ജീവിതത്തിൽ അവൾ ഒരിക്കലും മറക്കാതിരിക്കുന്നൊരു വേദന കൊടുക്കാതിരിക്കാൻ കാരണമാവാതെ ദൈവം തന്നെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലേതാണ് അംഗീകരിക്കേണ്ടെന്നറിയാതൊരു പകപ്പുണ്ട് അവനും. രണ്ടിലേത് നടന്നാലും സഹിക്കാൻ കഴിയില്ല, നടക്കാതിരുന്നാലും. എടാ വിശ്വ, നീ ടെൻഷനാവില്ലേ? അവര് നോ പറഞ്ഞിട്ടൊന്നുമില്ല. വക്കീൽ അവനെ നോക്കി. കിട്ടുന്നെങ്കിൽ എനിക്ക് ഇന്ന് 5 ലക്ഷം രൂപ, അതിന്ന് ഇപ്പൊ കിട്ടണം വക്കീലേ. ഇന്ന് 6 മണിക്ക് ശേഷം ആ കാശ് കിട്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല. എനിക്കത് പിന്നെ വേണ്ട. തകർന്നു പോയൊരു സ്വരം. വക്കീലൊന്ന് ശ്വാസമെടുത്തു. വീണ്ടും അയാളെന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഫോൺ ബെല്ലടിച്ചു. വിശ്വ, അവരാണ്. അവനോട് പറഞ്ഞിട്ട് വക്കീൽ ധൃതിയിൽ ആ കോൾ അറ്റൻഡ് ചെയ്തു. ഓഫീസ് മുറിയിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ വിശ്വയെ നോക്കിയിട്ട് അയാൾ അവിടെ തന്നെ ഇരുന്നു. പക്ഷെ അവനൊന്നും കേൾക്കുന്നില്ല. നെഞ്ചിരിപ്പോടെ വിശ്വ കണ്ണടച്ച് നിന്നു. അവന്റെ ഉള്ളിൽ മല്ലിയുടെ ചിരിക്കുന്ന മുഖവും മുരുകന്റെ വേദന അടക്കി പിടിച്ചുള്ള മുഖം ഒരുപോലെ തെളിഞ്ഞു. ഞൊടിയിട കൊണ്ട് ആ ചിത്രം മാറുന്നു. പകരം മുഖം വ്യക്തമാവാത്തൊരു പെൺകുട്ടി ഓടി മറഞ്ഞു പോകുന്നു. ഞെട്ടിക്കൊണ്ട് വിശ്വ കണ്ണുകൾ വലിച്ചു തുറന്നു. അവന് വല്ലാത്തൊരു പരവേശമാണ് തോന്നിയത്. വിശ്വ ദാ, വക്കീൽ വിളിക്കുമ്പോൾ മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ടാണ് വിശ്വ നോക്കിയത്. ഇവിടെ വന്നിരിക്കുക, ആ ഒരു വീഡിയോ കോൾ വരും. ജസ്റ്റ് നിന്നെ ഒന്ന് കാണാൻ. ഇത് ജസ്റ്റ് ട്രയല്, നേരിട്ടെന്തായാലും കാണേണ്ടി വരും കേട്ടോ. വക്കീൽ പറഞ്ഞു കേട്ടതും വിശ്വ തലയാട്ടിക്കൊണ്ട് വാഷ് ബേസിന് നേരെയാണ് ആദ്യം പോയത്. മുഖമൊന്ന് കഴുകി തുടച്ച് കൈകൾ കൊണ്ട് മുടിയൊന്നൊതുക്കി അവനും വക്കീലിന്റെ അടുത്തിരുന്നു. ഇനി നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും കാര്യം. അവർക്ക് ചെറിയൊരു താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. വക്കീൽ അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. എന്റെ അല്ല, മല്ലിയുടെ ഭാഗ്യം, അവളുടെ ആയുസിന്റെ നീളം. അവനുള്ളുകൊണ്ട് പെരുവരുത്തു. ഒരു ജീവൻ രക്ഷിക്കാനാ ഭഗവാനെ. പക്ഷെ കൂടുതൽ നിൽക്കാൻ പറയാൻ എനിക്ക് കഴിയുന്നില്ല. കണ്ണടച്ചുകൊണ്ട് നെഞ്ചിലൊരു കല്ല് കയറ്റി വെച്ച ഭാരത്തോടെ വിശ്വ കാത്തിരുന്നു. അധികം വൈകിയില്ല. വക്കീലിന്റെ ഫോൺ ബെല്ലടിച്ചും അയാളത് അവന് നേരെ നീട്ടി. വിശ്വയുടെ മുഖം വിളറി. സംസാരിക്കാൻ മുഖം കൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് വക്കീൽ അവിടുന്ന് എഴുന്നേറ്റ് പോയി. വിറക്കുന്ന കൈയോടെ വിശ്വ അതിന്റെ ആൻസർ ബട്ടൺ പ്രസ് ചെയ്തു. ഇനി നിന്ന സത്യമായിട്ടും വൈകും, അല്ലാതെ എനിക്കിപ്പോ പോകാൻ ഇഷ്ടമുണ്ടായിട്ടാണോ? യാത്ര പറഞ്ഞിട്ടും മിത്രക്ക് ആ സ്നേഹക്കൂട്ടത്തിൽ നിന്നും പോവാൻ തോന്നിയിരുന്നില്ല. ഇനിയെന്നാ? അഭിഷേക് വന്ന് അവളെ തോൾ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ഇനിയിപ്പോ ഞാനിവിടെ ഉണ്ടല്ലോ അബി, എപ്പോ വേണേലും കൂടാം. മിത്ര പറഞ്ഞതും അവരെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ ഓക്കെ ഗൈസ്. മിത്ര കൈ വീശിക്കൊണ്ട് അവളുടെ സ്കൂട്ടിയുടെ അരികിലേക്ക് ചെന്നു. ഡേ, പിന്നിൽ നിന്നുള്ള വിളി. അവളും തിരിഞ്ഞു നോക്കി. എന്താടാ? അത് എബിക്കെന്തോ അർജന്റ്, നിന്നെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ട് വന്നാവൻ. ഞങ്ങൾ എന്തായാലും കുറച്ച് കഴിഞ്ഞ് പോകുന്നുള്ളൂ. നീ ഇവനെ കൂടി ബസ് സ്റ്റാൻഡിൽ നിറക്കോ? അവൻ കാറെടുക്കാതെ വന്ന്. ഈ പ്രാവശ്യവും അഭിഷേക് എബിന് വേണ്ടി ഒരു അവസരം ഉണ്ടായി കൊടുത്തു. കാരണം അന്ന് അവളോട് ഇഷ്ടം പറയാനുള്ള കാത്തിരിപ്പിലാണ് എബിൻ. അവനെന്നും അവളോടൊരു ഇഷ്ടമുണ്ട്. അത് പക്ഷേ തുറന്നു പറയാനുള്ള ധൈര്യമില്ല. കുറച്ചൊക്കെ മിത്രയുടെ എടുത്തടിച്ചുള്ള സ്വഭാവം കൊണ്ടാണ്. ഉള്ളിലൊന്നും വയ്ക്കാതെ അവളെല്ലാം വെട്ടി തുറന്ന് പറയും. അതുകൊണ്ട് വല്ലപ്പോഴും ലീവിന് നാട്ടിലേക്ക് വരുന്നവളെ അവൻ മൗനമായി പ്രണയിച്ചു. ഇനി അവൾ നാട്ടിൽ സെറ്റിലാണ്, തിരികെ പോകുന്നില്ലെന്ന് അവൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അന്നു മുതൽ അവൻ കാത്തിരിപ്പിലാണ്. വീട്ടിൽ അവനും കല്യാണം നോക്കി തുടങ്ങിയിട്ടുണ്ട്. മിത്രയുടെ മറുപടി അറിഞ്ഞിട്ട് മതി വീട്ടിൽ തന്റെ ഇഷ്ടം അറിയിക്കുന്നതെന്നാണ് എബിന്റെ തീരുമാനം. കസിൻസ് കൂട്ടത്തിന് പിന്നെ മറച്ചു പിടിക്കാൻ കഴിയില്ല. കൂട്ടുകാരാണ്, പറയാൻ തന്നെ ഉള്ളറിയും. വായ് ബി. മിത്ര ചിരിയോടെ വിളിക്കുമ്പോൾ എബിനൊന്ന് ഞെട്ടി. അത് കണ്ടിട്ട് അഭിഷേക് അടക്കി ചിരിക്കുന്നുണ്ട്. പോയി, അത്രയും പറഞ്ഞുകൊണ്ട് അവനും തിരിഞ്ഞടന്നു. എബി ഓടിക്കുന്നോ? മിത്ര കീ അവന് നേരെ നീട്ടി. വേണ്ടടി, നീ ഓടിക്ക്, എനിക്ക് എന്തോ പോലെ. അങ്ങോട്ട് പോന്നപ്പോഴുള്ള അനുഭവം എബിൻ മറന്നിട്ടില്ല. എന്താടാ വയ്യേ? മിത്ര ചോദിച്ചു. ഏയ് ഒന്നുമില്ല. എബി അവൾക്ക് മുഖം കൊടുത്തില്ല. ഒന്നുകൂടി യാത്ര പറഞ്ഞുകൊണ്ട് മിത്ര ആദ്യവും അവൾക്ക് പുറകിൽ എബിയും കയറിയിരുന്നു. ബൈ. ചിരിയോടെ മിത്ര വണ്ടിയെടുത്തു. അവൾ കാണാതെ കൂടി നിൽക്കുന്നവരെല്ലാം എബിക്ക് നേരെ കൈവിരൽ ഉയർത്തി കാണിച്ചിട്ട് വിജയം നേർന്നു. വക്കീൽ കയ്യിലേക്ക് വെച്ചിരുന്ന ബാഗ് വിശ്വയുടെ ശരീരത്തിലൂടെ ഒരു വിറയലാണ് ആദ്യം കടന്നുപോയത്. അവർക്ക് നിന്നെ വിശ്വാസമായെന്ന് തോന്നുന്നു വിശ്വ. വലിയ തെളിച്ചൊന്നുമില്ല വക്കീലിനത് പറയുമ്പോൾ. വിശ്വക്ക് പക്ഷേ അതിനെക്കുറിച്ചൊന്നും അറിയേണ്ടതില്ലായിരുന്നു. അല്ലെങ്കിൽ അവനെ ശ്രദ്ധിച്ചു കൂടിയില്ലായിരുന്നു. പറഞ്ഞ സമയത്തിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്താനും ഈ കാശ് ഡോക്ടറെ ഏൽപ്പിച്ചിട്ട് മല്ലിയുടെ കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കാനുള്ള വെപ്രാളം മാത്രമാണ് അപ്പോഴവന്റെ മനസ്സിൽ നിറഞ്ഞത്. അത്രയും. വിശ്വ, ഒട്ടും നിസ്സാരമായി കാണരുത് നീ ഇത്. ഞാനിത് വീണ്ടും വീണ്ടും പറയുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാക്കാനാവും ഇതിന് പിന്നിൽ അപകടം. ചെറിയൊരു പാളിച്ചക്ക് പോലും നീ വലിയ വില കൊടുക്കേണ്ടി വരും. ഞാൻ നിന്നെ നിരുത്സാഹപ്പെടുത്തുന്നല്ലടാ, മറിച്ച് നീ ഏറ്റെടുത്ത ജോലിയും അതിന് നിന്നെ തെരഞ്ഞെടുത്തവരെ കുറിച്ചും നിനക്ക് ഞാൻ പറഞ്ഞു തരിക. അവര് നീ വിചാരിച്ചതിൽ അപകടകാരികളാണെന്നത് നിന്നെ ഓർമ്മപ്പെടുത്തിരിക്കുക. എനിക്കവരെ നന്നായിട്ടറിയാം. ഇതുവരെ നീ ചെയ്ത പോലെ ജോലിയല്ല ഇത്. അത് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അതിനേക്കാൾ നീ സൂക്ഷിക്കേണ്ടത് ഈ ജോലി നിന്നെ ഏൽപ്പിച്ചവരെയും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെയാ. നമുക്കൊന്ന് ചിന്തിക്കാൻ കൂടി കഴിയാത്ത വിധ ഉയരങ്ങളിലാ അവരുടെയൊക്കെ സ്ഥാനം. പറ്റിക്കാനും വെട്ടിക്കാനും തോന്നുമ്പോൾ നീ ആദ്യം അതോർത്തുകൊള്ളണം.
കാരണം ഇത് രണ്ട് ലോകോത്തര ബ്രാൻഡഡ് കമ്പനികൾ തമ്മിലുള്ള യുദ്ധമാണ്. അവർക്ക് മുന്നിൽ ഞാനും നീയൊക്കെ വെറും പുൽക്കൊടിക്ക് സമം. എണ്ണി വാങ്ങിക്കാൻ പോകുന്ന കാശിനോട് വക്കീലിന് നീതി കാണിച്ചേ മതിയാവും. പക്ഷെ അറിഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് വലിച്ചിടാൻ അയാൾക്ക് തോന്നില്ല. അവൻ അയാൾക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ വക്കീൽ വിശ്വക്ക് വളരെ കാര്യമായി എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീയുമായിട്ട് അവരുടെ ഡീൽ ഏറെക്കുറെ ഉറപ്പിച്ച പോലെയാ. സത്യത്തിലെല്ലാം ഓക്കെ ആയതിനു ശേഷം മാത്ര കാശിന്റെ ഡീല്. അതായിരുന്നു എഗ്രിമെന്റ്. ഇതിപ്പോ നിനക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞുകൊണ്ടാ. വക്കീൽ അവനെ നോക്കി. വിശ്വയുടെ കൈകൾ ബാഗിൽ മുറുകി. എനിക്കറിയാം വക്കീലെ, ജീവൻ പോവേണ്ടി വന്നാലും വിശ്വ വാക്ക് വലിക്കും. അവരുടെ ഉദ്ദേശം പോലെ തന്നെ കാര്യങ്ങളെല്ലാം ഞാൻ ഭംഗിയാക്കി കൊടുക്കും. ഉറപ്പോടെ പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റു. 6 മുന്നേ എനിക്ക് ഹോസ്പിറ്റലിൽ എത്തണം. അപ്പോഴേക്കും സമയം 5:30 കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു വെപ്രാളം വിശ്വയിലുമുണ്ട്. നീ ചെല്ല്, ഞാൻ വിളിക്കാൻ നിന്നെ. വക്കീലും അവനൊപ്പം തന്നെ എഴുന്നേറ്റു. അവർ നിന്നെ വിളിക്കും കേട്ടോ. നിന്റെ നമ്പറിൽ ഞാനത് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വിശ്വ തലയാട്ടി. പിന്നെ നേരിട്ട് കാണാനും സംസാരിക്കാനൊക്കെ അവർ വരും. അപ്പോഴും ഇതുപോലെ ബോൾഡായിട്ട് തന്നെ മാനേജ് ചെയ്തോണം. അവരുടെ കാശ് തിരികെ ഏൽപ്പിക്കേണ്ട ഗതികേട് വരുത്തരുത്. വക്കീൽ ഓർമ്മിപ്പിച്ചു. അതുകൂടി കേട്ടതോടെ ഉള്ളിലെ ടെൻഷൻ വിശ്വ മുഖത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പിന്നെ നീ 5 ലക്ഷം മാത്രം മതിയെന്ന് പറയണ്ടായിരുന്നടാ. അവരെത്ര വേണമെങ്കിലും തരാൻ റെഡിയായിരുന്നു. ചോദിക്കുന്ന കാശ് അതായിരുന്നു ഈ ജോലിക്കുള്ള ഓഫർ. ഇത് തീർന്നു വന്നാലും നിനക്ക് ജീവിക്കാനോ മാർഗം തെളിയിക്കാനുള്ളത് അവരിൽ നിന്നും നേടിയെടുക്കായിരുന്നു. ഇതിപ്പോ നീ ചാടിക്കയറി ഒരു 5 ലക്ഷം മതിയെന്ന് പറഞ്ഞത് ഒരബദ്ധായില്ലേ? വക്കീലിന് അതോർത്തുകൊണ്ട് അവനോട് ചെറുതല്ലാത്ത നീരസമുണ്ട്. എനിക്കിത് മതി വക്കീലേ. ഇതെന്റെ പെങ്ങളുടെ ജീവന്റെ വിലയാ. ആൾക്ക് വേണ്ടിയല്ലായിരുന്നെങ്കിൽ ഇതുപോലൊരു പണിക്ക് വിശ്വം നിന്നിരുന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കണ്ണിലേക്ക് നോക്കിയിട്ടുള്ള അവന്റെ ആ ചോദ്യം വക്കീലില്ലെന്ന് തലയാട്ടി. അവൻ പറഞ്ഞില്ലെങ്കിലും അയാൾക്കത് അറിയാമായിരുന്നു. പോട്ടെ. ഒന്നുകൂടി യാത്ര പറഞ്ഞിട്ട് വിശ്വധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വാതിലടച്ച് കുറ്റിയിട്ട് വക്കീൽ വീണ്ടും ആലോചനയോടെ ഓഫീസ് മുറിയിലേക്ക് തന്നെ കയറിപ്പോയി. വന്നതിനേക്കാൾ സ്പീഡിലാണ് വിശ്വ പാരീസിൽ നിന്നും തിരിച്ചിറങ്ങി ഓടിയത്. പണമടങ്ങിയ ബാഗ് അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആ കുറച്ച് കടലാസ് കഷ്ണങ്ങൾക്ക് ഇപ്പോൾ ജീവന്റെ വിലയുണ്ടെന്ന് അറിയുന്നുണ്ടാവും അവനത് നെഞ്ചിലെ തുടിപ്പിലേക്ക് ചേർത്ത് പൊതിഞ്ഞ് പിടിച്ചത്. ഇതിനേക്കാൾ വലിയ തുകയും കൊണ്ട് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഓരോ ജോലികളുടെ ഭാഗമായിട്ട്. അതിൽ കൂടുതലും വക്കീലിന് വേണ്ടി തന്നെ ഉള്ളതായിരുന്നു. അന്നൊന്നും തോന്നാത്തൊരു പരവേശം. അതിനൊപ്പം സമയത്തിന് ആശുപത്രിയിൽ എത്തുമോ എന്നുള്ള ഭയം. ഓട്ടോ കിട്ടാൻ അല്പനേരത്തെ കാത്തിരിപ്പ്. അതിന്റെ ദൈർഘ്യം അവനെപ്പോൾ വിവരിക്കാൻ വാക്കുകൾ പോരായിരുന്നു. വരുന്ന ഓട്ടോയിലെല്ലാം ആളുകൾ നിറച്ചുണ്ട്. എതിരെ വരുന്ന ഒരു ബൈക്കിന് മുന്നിലേക്ക് കയറി നിന്നിട്ടാണ് അത് അതിന് മുമ്പിൽ നിർത്തിയത്. എന്താണ് ബ്രോ? അതിലിരിക്കുന്ന ചെറുപ്പക്കാരന് വിശ്വ ചെയ്ത് ഇഷ്ടമായില്ല. അതിന്റെ ഇഷ്ടക്കേട് മുഴുവൻ ആ മുഖത്തുണ്ട്. ഒരു ഹെൽപ്പ് ചെയ്യോടോ? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒന്ന് ഇറക്കി തരുമോ? അത്യാവശ്യമായതുകൊണ്ട് പ്ലീസ്. മുന്നിലേക്ക് ചാടി കയറുന്നവനെ നല്ല 4 പറയാനൊരുങ്ങിയ ബൈക്കുകാരൻ അവന്റെ ആ ഭാവം കണ്ടതും മിണ്ടാതെ കയറാൻ ആംഗ്യം കാണിച്ചു. വിശ്വധൃതിയിൽ അവന് പിന്നിലേക്ക് കയറിയിരുന്നു. പിന്നിലേക്കൊന്ന് നോക്കിയിട്ട് ആ ചെറുപ്പക്കാരൻ വണ്ടി മുന്നോട്ടെടുത്തു. മുരുകനെ ഒന്ന് വിളിക്കാൻ ഫോൺ എടുത്ത അതേ നിമിഷം തന്നെ അവന്റെ ഫോണിലേക്ക് മുരുകന്റെ വിളിയെത്തി. ഞാൻ വരുന്നുണ്ട് മുരുക. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് പോക്കറ്റിൽ തന്നെ തിരികെ ഇട്ട് മുഖമൊന്ന് തുടച്ചു. ഒന്ന് പെട്ടെന്ന് പോവാമോ? എനിക്കൊരു അത്യാവശ്യമുള്ളതുകൊണ്ടാ. വിശ്വ മുന്നിലേക്കൊന്ന് ആഞ്ഞിരുന്നുകൊണ്ട് പറഞ്ഞു. മറുത്തൊന്നും പറയാതെ അവൻ കുറച്ചുകൂടി സ്പീഡ് കൂട്ടി. എബിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവനെ കണ്ടാൽ ആർക്കും തോന്നൊരു സംശയമായിരുന്നപ്പോൾ മിത്രക്കും. എനിക്കെന്ത്? ഒന്നുമില്ല. അതോടെ എബിന്റെ വെപ്രാളം കൂടുകയാണ് ചെയ്ത്. എന്നാ പിന്നെ എനിക്ക് തോന്നിയതാവും എബി. അല്ല, എബിയെ ഞാൻ എത്രയോ കാലമായിട്ട് കാണുന്ന. ഇതുപോലെ എബി ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. മിത്ര പറഞ്ഞ സത്യമായിരുന്നു. അതുപോലെ ഒരു ഭാവത്തിൽ ആരും അവനെ കണ്ടിട്ടില്ല. എപ്പോഴും ചിരിച്ചും സംസാരിച്ചും കളി പറഞ്ഞും നടക്കുന്നവന് അന്നത്തെ ദിവസം പ്രകടമായുള്ള മാറ്റങ്ങളുണ്ട്. മിത്ര വീണ്ടും എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ എബിൻ അപ്പോഴും ഉള്ളിൽ അവളോട് അതുവരെയും പറയാൻ കഴിയാത്ത, പങ്കുവെക്കാൻ ആഗ്രഹിക്കാത്ത ഇഷ്ടമെങ്ങനെ അടയാളപ്പെടുത്തുമെന്ന ആലോചനയിലായിരുന്നു. അവൾ പറയുന്നതിൽ പലതും അവൻ കേൾക്കുന്നില്ല. അതറിയാതെ മിത്ര വീണ്ടും സംസാരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എബി? മിത്ര തട്ടി വിളിക്കുമ്പോൾ അവനും ഞെട്ടി. ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. മുന്നിലേക്ക് കണ്ണ് കാണിച്ചിട്ടൊരു ചിരിയോടെ മിത്ര തിരിഞ്ഞു നോയിക്കൊണ്ട് പറയുമ്പോൾ ചമ്മലോടെ എബി അവൾക്ക് പുറകിൽ നിന്ന് ഇറങ്ങി. പോയിക്കോട്ടെ, സമയമില്ലായിട്ടാ. ഇല്ലേ എബിയെ വീട്ടിലാക്കി അങ്കിലെയും കണ്ടിട്ട് ഞാൻ പോവായിരുന്നുള്ളൂ. മിത്ര മുഖം ചൊളിച്ചുകൊണ്ട് പറഞ്ഞു. കുഴപ്പമില്ല മിത്ര, ഇവിടുന്ന് എപ്പോഴും ബസ്സുണ്ട്. പപ്പയോട് ഞാൻ പറഞ്ഞേക്കാം. തനിക്കുള്ളിലെ പെടച്ചിൽ ഇതുവരെയും അവൾ അറിയിച്ചില്ലല്ലോ എന്നൊരു വെപ്രാളത്തിൽ എബി മിത്രയെ നോക്കി. എന്തെങ്കിലും പറയാനുണ്ടോ? അവന്റെ നോട്ടം കണ്ടിട്ട് മിത്ര ചോദിച്ചു. ഇല്ലെന്ന് തലയാട്ടി കാണിച്ചെങ്കിലും അതേ നിമിഷം തന്നെ എബിൻ മാറി ചിന്തിച്ചു. ഉണ്ട്. അവന്റെ മുഖം വീണ്ടും വെപ്രാളം കൊണ്ട് നിറഞ്ഞു. പറയ്. മിത്ര പ്രോത്സാഹിപ്പിച്ചു. എനിക്കറിയില്ല ഞാൻ ഈ പറയുന്നത് നീ എങ്ങനെ എടുക്കുമെന്ന്.
എന്തായാലും എനിക്കിത് ഇനി മനസ്സിലിട്ട് നീറ്റാൻ വയ്യടാ. അതിനേക്കാൾ ഓരോ ദിവസം വൈകുന്തോറും എനിക്കൊരു ഭയം, നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന്. മിത്രയുടെ വണ്ടിയുടെ ഹാൻഡിൽ പിടിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ എബിൻ ചെറുതായി വിറക്കുന്നുണ്ട്. മിത്ര അത്ഭുതത്തോടെ അവനെ നോക്കി. അതുപോലെ ഒരു കാര്യം അവനിൽ നിന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലെന്ന് ആ മുഖം കണ്ടാൽ അറിയാം. അതുകൂടി കണ്ടതോടെ എബിൻ മുഖം കുനിച്ചു. എബി എടാ, ഞാൻ അങ്ങനെയൊന്നും. മിത്രക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പുറമേയുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവൾക്ക് ഇതുപോലെ വിഷമം ഉണ്ടാവുമായിരുന്നില്ല. പെട്ടെന്നൊന്നും പറയില്ലേ, ഇപ്പോഴൊന്നും വേണമെന്നല്ല. നീ ഓക്കെ ആവുന്ന ടൈമിൽ, നിനക്കൊരു കൂട്ട് വേണം തോന്നുന്ന ടൈമിൽ അന്ന് എന്നെ ഒന്ന് പരിഗണിച്ചാൽ മതി. ആൾ നോ പറഞ്ഞില്ലെന്ന് കണ്ടതും എബിനോ ആവേശമായി. എബി, ഞാൻ പറഞ്ഞത് ഇനിയൊന്നും പറയണ്ട, ഞാൻ പോയി. ആള് നോക്കിയിട്ടൊരു ചിരിയോടെ എബി തിരിഞ്ഞോടി കഴിഞ്ഞിരുന്ന അപ്പോഴേക്കും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.